ഹലോ. അസ്സലാമു വറഹ്മത്തുള്ളാ. അസ്സലാം. നാസർ ഫൈസല്ലേ? അതെ. മംഗലാപുരത്തെ ഒരു പോസ്റ്റർ കണ്ടത് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. ആരാണ് വിളിക്കുന്നത്? ഞാനൊരു ഫൈസി തന്നെയാണ്. ഏതാ പൈസന്റെ പേര്? ഇന്ന് മംഗലാപുരത്ത് നല്ല കണക്കിന് കിട്ടിയിട്ടുണ്ടല്ലോ. പൈസന്റെ പേര് പറയും. എന്താ പേര്? പൈസന്റെ പേരെന്താ? അല്ല, വിഷയങ്ങൾ പറയും. ഇന്ന് മംഗലാപുരത്ത് കണക്കിന് കിട്ടിയിട്ടുണ്ടല്ലോ. പൈസന്റെ പേരെന്താ അത് പറയും. അല്ല, മതിയായ ഇനി വേണ എന്തെങ്കിലും? ഇനി സമസ്തരോട് കളിക്കാനുണ്ടാ? റസൂലുള്ളാഹിയെ തായിഫിന്ന് കല്ലേറ് എറിഞ്ഞ കുറെ ഭ്രാന്തന്മാർ അവിടെ ഉണ്ട്, മനസ്സിലായി. എവിടെ? സർഫൈസി പറഞ്ഞ കേട്ടില്ല നിങ്ങൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ത്വായിഫിൽ നിന്ന് കല്ലെറിഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ടീം കർണാടകത്തിലുണ്ട് എന്ന് മനസ്സിലായി എന്നാ മൂപ്പര് പറഞ്ഞ്. സത്യത്തിൽ നാസർ ഫൈസി പറയേണ്ടത് ബദറിന് ഇബിലീസ് ഒരു പോക്ക് പോയിട്ടുണ്ട്. അതിനോട് ഉപമിക്കാനാണ് ഏറ്റവും നല്ലത്. കാരണം അതിൻ്റെ കാരണങ്ങൾ വ്യക്തമാക്കി തരാം. അങ്ങോട്ട് പോകണ്ടെന്ന് നേരത്തെ പറഞ്ഞതാ. ആരൊക്കെ പറഞ്ഞു? കർണാടകയിലെ സമസ്തയുടെ കീഘടകങ്ങളും അതുപോലെ തന്നെ സമസ്ത മുഷാവറയും പറഞ്ഞിട്ടുണ്ട് ഈ പരിപാടി നടത്തരുത്, അങ്ങോട്ട് പോകരുത്. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് ഈ ഉപജാപക സംഘം അവിടെ പ്രവർത്തിക്കരുത്, അങ്ങോട്ട് പോകരുത്, അത്തരം പരിപാടികൾ പങ്കെടുക്കരുത്, സഹകരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് SKSF സമസ്ത കേന്ദ്ര സുന്നി സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ ഇറക്കിയ ലെറ്റർ പാഡാണ്. ഇതിൽ പറയുന്നത് SKSF പ്രവർത്തകരുടെ അടിയന്തര ശ്രദ്ധയ്ക്ക് സമസ്തയുടെ ഔദ്യോഗിക മാതൃസംഘടനയായ SMFൻ്റെ പേരിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ അധ്യാപനങ്ങളും ഉത്തരവുകളും പാലിക്കാതെ ഒക്ടോബർ 8, 2025 വൈകുന്നേരം മംഗലാപുരത്ത് നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കരുതെന്ന് ഇതിനാൽ അറിയിക്കുന്നു. അപ്പോൾ ആരും പങ്കെടുക്കരുത് എന്ന്. ഇതിൽ ഒപ്പുവെച്ചിട്ടുള്ളത് റഫീഖ് ഉദവി കോലാരി ആണ് കേട്ടോ, പ്രസിഡൻറ്റ്. ഇപ്പോൾ എല്ലാ ഉദവിയാളും മറ്റേ കോലത്തിലാണെന്ന് ചിന്തിക്കേണ്ട. സമസ്തൻ്റെ കൂടെ ഉറച്ചു നിൽക്കുന്ന ഉദവിയാളുണ്ട്. അതിൽപ്പെട്ടതാണ് റഫീഖ് ഉദവി. സെക്രട്ടറി അസീസ് കൗസരി, ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. ഈ ലെറ്റർ പേഡ് ഇവർ പരിപാടി നടക്കുന്നതിന് മുമ്പ് തന്നെ ഇറക്കിയിട്ടുണ്ട്. എന്നിട്ട് ബോധവൽക്കരിച്ചിട്ടുണ്ട് ഇങ്ങനൊരു ഫിത്ന സംഘം വരുന്നുണ്ട് എന്നുള്ളത്. അതിനെയാണ് ത്വായിഫെന്ന് റസൂലുള്ളാഹിക്ക് കല്ലേറ് കിട്ടിയതിനോട് ഉപമിക്കുന്നത്. ഇനി നോക്കൂ, ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ കർണാടക മുഷാവറ. ഇന്നത്തെ DK ജില്ലാ SMF യോഗം ഔദ്യോഗികമല്ല. സുന്നി മഹൽ ഫെഡറേഷൻ എന്ന പേരിൽ ചിലർ ഇന്ന് വൈകുന്നേരം മംഗലാപുരത്ത് നടത്താൻ പദ്ധതിയിട്ടിരുന്ന യോഗം ഔദ്യോഗികമല്ലാത്തതിനാൽ റദ്ദാക്കാൻ അറിയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും യോഗം നടത്തുകയാണെങ്കിൽ മിത്തബയിൽ നടന്ന സമസ്ത കർണാടക മുഷാവറ യോഗത്തിൽ സമസ്തയുടെയും അതിൻ്റെ കീഴിലുള്ള ഘടകങ്ങളുടെയും സമസ്തയെ അംഗീകരിക്കുന്ന മഹല്ലുകളുടെയും നേതാക്കളും പ്രവർത്തകരും നിലവിലെ യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. കൂടാതെ നിലവിലെ തീരുമാനം കേന്ദ്ര മുഷാവറ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിലും കൊണ്ടുവന്നിട്ടുണ്ട്. 100ാമത് അന്താരാഷ്ട്ര പൊതുസമ്മേളനത്തിനു ശേഷം ജില്ലയിലെ എല്ലാ മഹല്ലുകളിലും ഉൾപ്പെടെയുള്ള കേന്ദ്ര കൗൺസിലിലെ നേതാക്കളുടെ നേതൃത്വത്തിൽ SMF കമ്മിറ്റി ഔദ്യോഗികമായി രൂപീകരിക്കും. അപ്പോൾ SMF അവിടെ തീരെ വേണ്ടെന്നല്ല, സമസ്തക്ക് കീഴിൽ തന്നെ അവിടെ രൂപീകരിക്കാൻ പോവുകയാണ് കർണാടകയിൽ. അതിൻ്റെ ഇടയിൽ അവിടെ നുഴഞ്ഞു കയറാനുള്ള ശ്രമമാണ് പിടിക്കപ്പെട്ടിട്ടുള്ളത്. ഇതാണ് ത്വായിഫെന്ന് നബിതങ്ങൾക്ക് കല്ലേറ് കിട്ടിയത്. ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇനി നോക്കൂ, ഇത് SKSF DK ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി. ഇന്നത്തെ SMF യോഗം അനൗദ്യോഗികമാണ്. SMFൻ്റെ പേരിൽ ചിലർ ഇന്ന് മംഗലാപുരത്ത് ഒരു യോഗം നടത്തുമെന്ന് അറിയാൻ കഴിഞ്ഞു. അഖില കർണാടക മുഷാവറ സമ്മേളനം അത് അനധികൃതമാണെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉത്തരവിനെതിരെ നടക്കുന്ന യോഗത്തിൽ SKSFലെ ആരും പങ്കെടുക്കരുതെന്നും എല്ലാ പ്രവർത്തകരും മാറി നിൽക്കണമെന്നും ഞങ്ങൾ ഇതിനാൽ അറിയിക്കുന്നു. ആരാണ്? ഹാരിസ് കൗസരി, ജനറൽ സെക്രട്ടറിയാണ്. ഒപ്പിട്ടുള്ള സീലും ഒപ്പുമൊക്കെ ഉണ്ട്. ഓക്കെ. ഇനി അടുത്തത് SKSF സൗത്ത് കന്നഡ ഡിസ്ട്രിക്റ്റ് വെസ്റ്റ് കമ്മിറ്റി.
ഇന്നത്തെ SMF യോഗം അനൗദ്യോഗികമാണ്. SKSFന്റെ പേരിൽ ചിലർ ഇന്ന് മംഗലാപുരത്ത് ഈ ഒരു യോഗം നടത്തുമെന്ന് അറിയാൻ കഴിഞ്ഞു. അഖില കർണാടക മുഷാവറ സഭ അത് അനധികൃതമാണെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പൊതു ഉത്തരവിന് വിരുദ്ധമായി നടക്കുന്ന ഒരു യോഗത്തിലും SKSFും എല്ലാ മറ്റുള്ള പ്രവർത്തകരും പങ്കെടുക്കരുതെന്ന് ഞങ്ങൾ ഇതിനാൽ അറിയിക്കുന്നു. ജനറൽ സെക്രട്ടറി അബു സോലിഹ് ഫൈസി, പ്രസിഡന്റ് അമീർ തഞ്ചൽ കിന്യ എന്നിവരാണ് ഇതിൽ ഒപ്പിട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ എല്ലാ കീഴടങ്ങളും സമസ്ത മുഷാവറ നേരിട്ട് തന്നെയും തടഞ്ഞ ഒരു പരിപാടിയാണ്. അനൗദ്യോഗികമാണ്. ഒരിക്കലും അതിന് ഔദ്യോഗികമായ സ്വഭാവമില്ല. അത് നുഴഞ്ഞുകയറ്റമാണ്. കർണാടകയിൽ അങ്ങനെ ഒരു SMF ഇപ്പോൾ രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. SMFൻ്റെ കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. അത് സമസ്ത തന്നെ അവിടുത്തെ മുഷാവറയുടെ കീഴിൽ ഔദ്യോഗികമായിട്ട് തന്നെ സംഘടിപ്പിക്കാനാണ് തീരുമാനിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇൻഫർമേഷൻ കൈമാറിയിട്ടുണ്ട്. ഈ വരുന്ന ആളുകൾക്കൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഇങ്ങോട്ട് വരരുത്, അവിടെ പരിപാടിക്ക് വരാൻ പാടില്ല, അനൗദ്യോഗികമാണ്, ഔദ്യോഗികമായിട്ട് സമസ്തൻ്റെ അറിവോടുകൂടെ അല്ല ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുത്തിത്തിരിപ്പുകാരനായ ഹുദവി, ആ ഹുദവിയുടെ നേതൃത്വത്തിൽ, അതായത് ഹനീഫ് ഹുദവി എന്ന് പറയുന്ന ഒരു ഹുദവിയുടെ നേതൃത്വത്തിൽ അവിടെ ചില രാഷ്ട്രീയക്കാരെ കൊണ്ടുവന്ന് സമസ്തയെ മലീമസമാക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ നിന്ന് കിട്ടേണ്ടതുപോലെ കിട്ടി, കന്നഡയുടെ മക്കൾ കൈകാര്യം ചെയ്യേണ്ടതുപോലെ കൈകാര്യം ചെയ്ത് തിരിച്ചയച്ചതിനെയാണ് ത്വായിഫിൽ നബിതങ്ങൾക്ക് കിട്ടിയ കല്ലേറിനോട് ഉപമിക്കുന്നത്. അപ്പം നാസർ ഫൈസിയോട് പറയാനുള്ളത്, ത്വായിഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിട്ടിയത് അത് സത്യപ്രബോധനത്തിന് വേണ്ടി പോയപ്പോൾ അവിടുത്തെ അങ്ങാടി പിള്ളേരെ കൊണ്ട് ശത്രുക്കൾ എറിയിപ്പിച്ചതാണ്. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയത് കള്ളപ്രബോധനത്തിൻ്റെയും കള്ളക്കടത്തിൻ്റെയും പേരിലാണ്. അതുകൊണ്ട് രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല പരസ്പരം വൈരുദ്ധ്യമാണ്. അതുകൊണ്ടാണ് സമസ്ത അതിനെ തടയുകയും ചെയ്തത്. ഒരിക്കലും പോകരുത് എന്ന് സമസ്ത പറഞ്ഞിട്ടും പോയി. അതിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് അവിടുന്ന് ആട്ട് കിട്ടിയത്. അതിനെ ഉപമിക്കാൻ ഏറ്റവും നല്ലത് ബദറിൽ ഇറങ്ങിയ ഇബിലീസിനോടാണ്. ആ ഇബിലീസിനെ ഒരു തഫ്സീർ പ്രകാരം മലക്കുകളൊന്ന് കൊടുക്കാൻ ഓങ്ങി എന്ന് വരെ ഉണ്ട്. അപ്പോഴാണ് ഇബിലീസ് ഓടിയത് എന്നുണ്ട് തഫ്സീറിൽ. മലക്ക് ഒന്ന് വെട്ടാനോങ്ങി, ആ സമയത്താണ് ഓടിയത് എന്നുണ്ട്. എന്തായാലും അവിടുന്ന് ആട്ടി ഓടിച്ചതാണ് എന്ന് തഫ്സീറുകളിൽ കാണാൻ പറ്റും. അതിനോട് ഉപമിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി മേലാൽ ഇത്തരം പണിക്ക് നിൽക്കരുത്. എന്തായാലും ഇവിടെ കക്ഷത്തുള്ളത് ഇട്ടിട്ടാണ് നിങ്ങൾ കർണാടകയ്ക്ക് പോയത്. ഇപ്പോൾ കക്ഷത്തുള്ളതും പോയി, കേരളത്തിലും പോയി, കർണാടകയിലും പോയി. ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളുള്ളത് എന്ന ഒരു കാര്യം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ ഈ വേദനയിൽ ഞങ്ങളും പങ്കുചേരുന്നു. സമസ്തയുടെ കീഴിൽ നിൽക്കുക.